ശ്രീ എം രാജഗോപാലൻ 10 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കും. ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു സർ. ഇന്ന് മാർച്ച് 20 അന്താരാഷ്ട്ര സന്തോഷ ദിനമാണ് സർ. അന്താരാഷ്ട്ര സന്തോഷ ദിനത്തെക്കുറിച്ച് കേരളം ഓർക്കുന്നത് നന്നായിരിക്കും സർ. 2012 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ലോക സന്തോഷ ദിനം ആചരിക്കപ്പെടുന്നത്. സന്തോഷത്താൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു ജനതയും രാജ്യവുമുണ്ട് സർ. അത് ഫിൻലാൻഡാണ്. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് SDSൻ്റെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 7 വർഷമായി ഫിൻലാൻഡ് ഈ നേട്ടം തുടരുകയാണ് സർ. തൊട്ടുപുറകെ ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, നെതർലാൻഡ്സ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുമുണ്ട് സർ. സർ, 2024 ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യ 126 സ്ഥാനത്താണ് സർ. ഏറെ പരിതാപകരമാണ് സർ. ലോകത്തെ സമ്പന്ന രാജ്യമായിട്ടുള്ള അമേരിക്ക 18ാമതാണ്. സാമ്പത്തിക പുരോഗതി അല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ് സർ. 1 ആയുർദൈർഘ്യം, 2 മാനസികാരോഗ്യം, 3 സുസ്ഥിര വികസനം, 4 വയോജനക്ഷേമം, 5 തൊഴിൽ സാധ്യത, 6 കുട്ടികളുടെ സന്തുഷ്ടി, 7 രോഗനിയന്ത്രണം. ഇങ്ങനെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് സാർ ഒരു ജനതയുടെ സന്തോഷമടക്കുന്നത്. സാർ, ഈ മേഖലയിലെല്ലാം കേരളം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ അതിൻ്റെ മുൻനിര സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. തീർച്ചയായും 2025 നവംബറോടുകൂടി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് സാർ. ആഹ്ലാദ നിർഭരവും അഭിമാനോജ്വലവുമായ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ജനതയെ ലോകത്തിന് സമ്മാനിച്ച് അതുവഴി ഫിൻലാൻഡിനോടൊപ്പം പറന്നുയരാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കഴിയും സാർ. സാർ, ദാരിദ്ര്യക്കടലിന് നടുവിൽ സമ്പന്ന തുരുത്ത് സൃഷ്ടിക്കുന്ന മോഡി ഗവൺമെൻറ്റിൽ നിന്നും ഈ രാജ്യത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമൂഹം എന്ത് നീതിയാണ് സാർ പ്രതീക്ഷിക്കേണ്ടത്? ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 250 സർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ബാങ്കിംഗ് സംവിധാനം എഴുതിത്തള്ളിയ 16.11 ലക്ഷം കോടിയിൽ കുറഞ്ഞത് 12 ലക്ഷം കോടി രൂപയെങ്കിലും കോർപ്പറേറ്റ് വമ്പന്മാരുടേതായിരുന്നു സർ എന്ന വസ്തുത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. മോഡിയുടെ സമ്പന്നവർഗ പക്ഷപാതിത്വം ഇവിടെ പ്രതിഫലിക്കുന്നു സാർ. അവസാന ബജറ്റ് നോക്കൂ സാർ. പൊയ്ക്കാലുകൾക്ക് പ്രത്യേക സമ്മാനം. നിതീഷും ചന്ദ്രബാബു നായിഡുവില്ലെങ്കിൽ മോഡി ഇല്ല സാർ ഇന്ന് അധികാരസ്ഥാനത്ത്. മോഡി സർക്കാരിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയ ബജറ്റായിരുന്നു സാർ. ഇവിടെ കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സർക്കാരിൻ്റെ ബജറ്റ് ജനങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള ജനക്ഷേമ ബജറ്റായിരുന്നു സാർ. അതാണ് ഇതിലുള്ള വ്യത്യസ്തത. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാരിൻ്റെ കടന്നാക്രമണങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നാം ഇവിടെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ ചുരുക്കി കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗം ഞാൻ സാഗൂതം കേട്ടു സർ. സർ, നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയോട് കാണിക്കുന്ന അവഗണനാ മനോഭാവത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറായോ? ഇന്ത്യൻ ജനസംഖ്യയുടെ 16.5% വരുന്ന പട്ടികജാതിക്കാരും 8.08% വരുന്ന പട്ടികവർഗക്കാരും സഹസ്രാബ്ദങ്ങളുടെ ജാതി വിവേചനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പിന്നോക്കാവസ്ഥയുടെ ഭാരം പേറുന്നവരാണ് സർ. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ദളിത് ആദിവാസി ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ അട്ടിമറിക്കുകയും ജാതിജന്യമായ അടിച്ചമർത്തലുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമായ നിലപാടാണ് സർ സ്വീകരിച്ചു വരുന്നത്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പ്രത്യേക ഘടക പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയതോടെ 16.8% വരുന്ന പട്ടികജാതി വിഭാഗത്തിന് ബജറ്റ് വീതം 0.25%, ST വിഭാഗങ്ങൾക്ക് 0.32%മായി ചുരുങ്ങിയ നിലയാണ് സർ ഉള്ളത്. അസമത്വം ചൂണ്ടിക്കാണിക്കാൻ മുഖ്യമന്ത്രിമാർക്ക് കഴിയുന്ന ഒരു വേദിയായിരുന്നു സാർ പ്ലാനിംഗ് ബോർഡ് സംവിധാനം. ആ പ്ലാനിംഗ് ബോർഡ് നരേന്ദ്രമോദി ഇല്ലാതാക്കി. അവിടെയും നമുക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല സാർ. ST വർഗങ്ങളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ 100 കോടി രൂപയും ഫെലോഷിപ്പ് തുകയായ 230 കോടിയും പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് സാർ. SC വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മുൻ വർഷത്തെ 6353 കോടിയിൽ നിന്നും 5900 കോടി രൂപയായി കുറക്കുന്ന നിലയും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പല മേഖലയിലും നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സാർ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സാർ, ഇവിടെ ആദ്യം പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ബഹുമാന്യ സുഹൃത്ത് MLA റോജി എം ജോൺ ഇതിവിടെ പറഞ്ഞത് കേട്ടു സാർ. റോജി എം ജോൺ ദളിത് വിഷയത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ആദ്യം നോക്കിയാൽ നന്നാവും സാർ. ദളിത് സമൂഹത്തോട് കോൺഗ്രസിൻ്റെ സമീപനം എന്തെന്ന് അദ്ദേഹം ഒന്ന് അന്വേഷിച്ച് നോക്കണം സാർ. 1990-കളിൽ
കോൺഗ്രസിന് രാജ്യത്തെ ദളിത് സമൂഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ഈയിടെ തുറന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധിയല്ലേ സാർ? സാർ, ഇതാണ് സാർ വാർത്ത. കോൺഗ്രസ് ലോസ്റ്റ് ട്രസ്റ്റ് ഓഫ് ദളിത്സ് OBCs ഇൻ ദ 1990s സേസ് രാഹുൽ ഗാന്ധി. സാർ, ചിത്രമുണ്ട്, കോപ്പി തരാം സാർ. ഇതായിരുന്നു സാർ ആദ്യത്തെ പ്രതികരണം. ഹരിയാനയിലെ കോൺഗ്രസ് ദളിത് നേതാവും മുൻ കേന്ദ്ര മന്ത്രിയുമായ കുമാരി ഷെൽജ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെളിപ്പെടുത്തിയത് എന്തായിരുന്നു സാർ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ കോൺഗ്രസ് നേതൃത്വം തന്നെ അനുവദിച്ചില്ല എന്നാണ് കുമാരി ഷെൽജ പറഞ്ഞത്. സാർ, why did they not let me campaign? Shelja blames Haryana Congress unit for poll debacle. സാർ, ഇതാ അതുപോലെ ഭൂപേന്ദ്ര ഗുഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഷെൽജയെ ഒതുക്കി നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സാർ. 10 കൊല്ലം ഭരിച്ച BJP അവിടെ തോൽവി ഉറപ്പിച്ചാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി BJPക്ക് ഭരണം അങ്ങോട്ട് വെച്ച് നൽകുകയായിരുന്നു. ഷെൽജയെ പോലെയുള്ള ജനകീയ നേതാക്കളുടെ അഭിപ്രായം അവഗണിച്ചുകൊണ്ട് സീറ്റ് വിഭജനം ഉൾപ്പെടെ നടത്തിയതിന്റെ ഫലമായിരുന്നു ആ പരാജയം. സാർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു സാർ. സാർ, ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് ഹരിയാനയിൽ കഴിയുന്നുണ്ടോ സാർ? രാഷ്ട്രീയ നാണക്കേടിന്റെ പര്യായമായി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറുകയല്ലേ? ഇതുവരെയും അവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 6 മാസം എന്നത് വലിയൊരു കാലയളവാണ് സാർ. പ്രതിപക്ഷ നേതാവില്ലാതെയാണ് ഒരു നിയമസഭയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. എന്താണ് കാരണം? ഒരു ദളിത് സ്ത്രീ ആ പദവിയിലേക്ക് വരുന്നത് അംഗീകരിക്കാൻ ഹരിയാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല സാർ. ഇത് തന്നെ കാരണം. കുമാരി ഷെൽജയെ പ്രതിപക്ഷ നേതാവെ അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയമാണ് കോൺഗ്രസിന്. നിങ്ങളാണോ ആദിവാസി SC/ST വിഭാഗത്തോടുള്ള സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്? സാർ, ഇന്ന് അടുത്ത കാലത്തായി ഇവിടെ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇവിടെ ഉയർന്നു വരികയുണ്ടായി. സാർ, പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സമീപനത്തെക്കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിച്ചു. സാർ, ഞങ്ങൾക്കൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഈ വിഭാഗത്തിന് ഒന്നും ചെയ്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട മലപ്പുറം മെമ്പർ പറഞ്ഞത്. സാർ, ഭയവിഹ്വലതകളില്ലാതെ നെഞ്ചുറപ്പോടെ ശിരസ്സുയർത്തി അഭിമാനബോധത്തോടെ നട്ടെല്ല് നിവർത്തി നിങ്ങൾക്ക് ഈ സഭക്കകത്തും പുറത്തും പ്രസംഗിക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇവിടെ ഉറപ്പുവരുത്തുന്നത് ഈ പുരോഗമന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വർഗീയതക്കെതിരായുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണെന്ന തിരിച്ചറിവാണ് സാർ നിങ്ങൾക്കുണ്ടാകേണ്ടത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് ഭരണാധികാരത്തിൽ വന്ന NDA സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷ പീഡനം ഇന്ന് ഇന്ത്യയിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയല്ലേ സാർ? BJP ഭരണമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന ഗോവധ നിരോധനം, സ്ഥലനാമങ്ങൾ മാറ്റൽ, ആരാധനാലയങ്ങൾ കുഴിച്ചു പരിശോധിക്കൽ തുടങ്ങിയവ മുസ്ലിം സഹോദരങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് സാർ. 1991 പാർലമെന്റിൽ പാസാക്കിയ ആരാധനാലയ സ്ഥല സംരക്ഷണ നിയമം BJP സർക്കാരുകളും ചില കോടതികളും അംഗീകരിക്കുന്നില്ല. ചില നഗരങ്ങളിൽ മുസ്ലിം പേരുകാർക്ക് ഫ്ളാറ്റുകൾ വാങ്ങാൻ പോലും സാധിക്കുന്നില്ല സാർ. ഇന്ത്യയിൽ വഖഫ് നിയമ ഭേദഗതി, മുസ്ലിം വ്യക്തി നിയമ ഭേദഗതി തുടങ്ങിയവയെല്ലാം മുസ്ലിം ജനതയെ അപരവൽക്കരിക്കാനുള്ള നീക്കമാണ് സാർ. ഈ ഗൗരവതരമായ പ്രശ്നത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കാണാൻ കോൺഗ്രസിന് കഴിയുന്നേയില്ല. കോൺഗ്രസിൻ്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സാർ. എക്കാലവും അത് അങ്ങനെ തന്നെ. അയോധ്യ തർക്ക സ്ഥലത്ത് ശ്രീരാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനത്തിന് അനുമതി നൽകിയ രാജീവ് ഗാന്ധി സർക്കാരാണ് ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്കും അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിനും ഇടയാക്കിയ സാർ. അറിയാവുന്ന 18 ഭാഷകളിൽ പൂജാമുറിയിൽ കയറി നാമം ജപിച്ച ശ്രീ നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മൗനമായിരുന്നു സാർ. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആത്മാവ് കൈവന്നുവെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭ്യമായത് ഇപ്പോഴാണെന്നും മതേതര ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ കോൺഗ്രസിന് തീർത്തും മൗനമായിരുന്നു സാർ. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് രാജ്യത്ത് സംഘപരിവാറിന്റെ അക്രമം ശക്തിപ്പെടാനിടയായത്. ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് സാർ. മണിപ്പൂരിൽ നിന്നും വരുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് സാർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ക്രൈസ്തവർ ഇന്ന് ആക്രമണത്തിന് ഇരയാവുകയാണ്. മുസ്ലിം ജനതയ്ക്കിടയിലെ അരക്ഷിതാവസ്ഥ നടത്തി ചില ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനക്കാർ വളരാൻ ശ്രമിക്കുന്നു. നല്ല ജാഗ്രത പാലിക്കണം സാർ. ഒരു കാര്യം കൂടി നിർത്തിയാണ് സാർ. ഇവിടെ ആശയുടെയും അതുപോലെ തന്നെ അംഗൻവാടിക്കാരുടെയും എല്ലാം സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിന് നിഷേധിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങൾ വേണമെന്ന് തോന്നിയുകൊണ്ടായിരിക്കും അവർ സമരം നടത്തുന്നത്. അവർക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇതൊക്കെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് സ്കീം വർക്കേഴ്സിനെയൊക്കെ അണിനിരത്തുകയല്ലേ സാർ? സമരത്തിന്റെ പോക്ക് എങ്ങോട്ടാ സാർ? അടുത്ത സമരത്തെക്കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പഴയ ചൈതന്യ സമരമാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഓർക്കുന്നില്ലേ? ചൈതന്യ ഓഫീസ് പിടിച്ചെടുക്കൽ സമരം, ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത് ചൈതന്യ സമരം നടത്തി ആളുകളെല്ലാം അവിടെ പോലീസ് ലാത്തിചാർജ് ചെയ്യേണ്ടി വരുന്നു. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കായിരുന്നു. അങ്ങനെ ആശുപത്രിയിലായി കുറേ ആളുകൾ. ആശുപത്രിയിലായിട്ട് രോഗികളുടെ അടുത്ത് പരിക്ക് പറ്റിയവരുടെ അടുത്ത് പോലീസ് പോയി റിപ്പോർട്ട് ചോദിച്ചു. പേര് ശെൽവമണി.
പേര് മാരിമുത്തു. അപ്പോൾ ഉടനെ പ്രതികരിക്കുകയാണ്, വേലയുമില്ലേ കൂലിയുമില്ലേ അടിതാൻ മിച്ചം. അങ്ങനെ ലോറിയിൽ കൊണ്ടിറക്കിയിട്ടാണ് സാർ ആ ചൈതന്യ സമരം നടത്തിയത്. അതുപോലെ അനാവശ്യ സമരങ്ങൾക്ക് ഇനിയും വരുന്ന ആളുകൾ സമരം നടത്താൻ സാർ, അടുത്ത ഗവൺമെന്റ് നിങ്ങളുടേതാണ് പോലും. മലപ്പായസത്തിന് എന്താ മധുരം കുറക്കുന്നത് സാർ? ഈ രീതിയിൽ കേരളത്തിൽ ഗവൺമെന്റ് അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്താകുന്നു.